ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ഏത്തയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ആണ് അതിനുവേണ്ടി ഞാൻ 2 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തൊലിയെല്ലാം നല്ല പീലർ കൊണ്ട് ഒന്ന് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ്, മൊത്തം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താണ്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് ഞാൻ ഉപ്പ് വെള്ളത്തിനകത്തിൽ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് എന്നിട്ട് കഴുകിയെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കറയൊക്കെ അതേ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിക്കണം. ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ദാണ്ടെ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാം. എന്നിട്ട് ആദ്യം ഇത് നല്ലോണം ഇതിലൊന്ന് ഒന്ന് പുരട്ടണം. ഇനി ഇത് ദാണ്ട ഒരു 1/4 കപ്പ് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് കൂടുതലങ്ങ് വേവിക്കരുത്, അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം എടുത്ത് ദാണ്ട ഈ ഏത്തയ്ക്ക നമ്മൾ വേവിച്ച് വെച്ചു. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. കാരണം കൂടുതൽ ഇതങ്ങ് വേവിക്കരുത്. ഒരു ആവശ്യത്തിന് ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി അല്ല അതിനകത്തിലൂടെ നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേവിക്കുമല്ലോ. ഇത് വെച്ച് പാൻ ചൂടായി, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട്, കടുവെല്ലാം പൊട്ടി അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്നത്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു ഇത്രയും തേങ്ങ കൊത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കാണും, അത്രയേ ഉള്ളൂ. തേങ്ങക്കൊത്താണ് ഇങ്ങനെ നീളത്തിലിടണം കേട്ടോ. അന്നേരം മെഴുക്ക് പുരട്ടിക്ക് അതിങ്ങനെ കിടക്കുമ്പോൾ നല്ല കടിക്കാൻ നല്ലോണം കിട്ടും. ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണ്, ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട്, എന്നിട്ട് ഇത് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ്. 1 കപ്പ് ചെറിയ ഉള്ളിയിൽ 4 വെളുത്തുള്ളിയും കൂടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. ചെറിയ ഉള്ളി ഇടണം, അല്ലെങ്കിൽ വലിയ സവാള ഇടുകയാണെങ്കിൽ കുഴഞ്ഞിരിക്കും. ഇത് ചെറിയ ഉള്ളി ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കണം കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോൾ അത് നല്ലോണം അതെല്ലാം അങ്ങ് മിക്സായിട്ടിരിക്കും. അതുപോലെ എളുപ്പം നമുക്ക് വഴറ്റിയെടുക്കുകയും ചെയ്യാം. ഇതാണ്ട് ഒരു 4 പച്ചമുളക്. ഇവിടുത്തെ ഈ പച്ചമുളകിന് വലിയ എരിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണമൊക്കെ ഇടുന്നത്. എരിയേ ഇല്ല, ചെറിയ എരിവുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയാണ് ഇതിനകത്തിൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പൂടാണ് ചേർത്തിരിക്കുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അതിനകത്തൊരു കുറച്ച് മസാല ചേർക്കാനുണ്ട്. ഇതുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്. മുമ്പ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടതാ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കായ വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ, ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കണം.
അന്ന് അടച്ച് 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കും. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് എൻ്റെ മസാല എല്ലാം ഇത് നന്നായിട്ട് പിടിക്കും, നല്ല ടേസ്റ്റും ആവും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ. ഇത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് ഇളക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇരിക്കണം. അപ്പോഴത്തേക്ക് ബാക്കി എന്തെങ്കിലും ഇച്ചിരി വേകാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വെന്തോളൂ. കുഴയരുത്. അടച്ച് വയ്ക്കുക ഒരു 2 മിനിറ്റ് കൂടെ. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി ഇതിൽ കൂടുതൽ ഇത് ഇരിക്കരുത്, വെന്തങ്ങ് കുഴഞ്ഞു പോകും. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ അടിപൊളിയായി സെറ്റായി. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്, ഞാൻ നോക്കി. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി സൂപ്പർ ടേസ്റ്റ് മെഴുക്കുവരട്ടി റെഡിയായി. നിങ്ങളിത് ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. എന്താ ടേസ്റ്റാണെന്നറിയാമോ? ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയാം ഇത് എത്രത്തോളം ടേസ്റ്റാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.